14ഉം 6ഉം വയസ്സുള്ള 2 മക്കളുടെ ഒരമ്മ. 14 വയസ്സുള്ള മകൻ, 6 വയസ്സുള്ള മകൾ. 14 വയസ്സുള്ള മകൻ ഒരസുഖം വന്ന് മരണപ്പെടുന്നു. ഈ 6 വയസ്സുള്ള മകളെ നോക്കി ഈ അമ്മ ജീവിക്കുന്നു. ഈ മകൻ്റെ സുഹൃത്തുക്കൾ തൊട്ടടുത്ത വീടുകളിലായിട്ട് താമസിക്കുന്നു. 10 വയസ്സുള്ള ഒരു ആൺകുട്ടി, 13 വയസ്സുള്ള ഒരു ആൺകുട്ടി, 14 വയസ്സുള്ള ഒരു ആൺകുട്ടി. ഈ ആൺകുട്ടികൾ ഈ പെൺകുട്ടിയുടെ ഏട്ടൻ്റെ ഫ്രണ്ട്സാണ്. ഈ 6 വയസ്സുള്ള ചെറിയ പെൺകുട്ടിയുടെ ഏട്ടൻ്റെ ഫ്രണ്ട്സാണ്. ആ ഏട്ടൻ മരിച്ചുപോയി. സ്വന്തം ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് ഈ പെൺകുട്ടിയെ സംരക്ഷിക്കേണ്ട ഏട്ടൻ്റെ കൂട്ടുകാർ ചെയ്തത് എന്താണെന്നറിയോ? ഈ പെൺകുട്ടിയെ ആ കുട്ടിക്ക് ഇഷ്ടപ്പെടുന്നൊരു ഭക്ഷണം കാണിച്ച് അടുത്തേക്ക് വിളിച്ച് കൈയും കാലും കെട്ടിയിട്ട് ഈ 10ഉം 13ഉം 14ഉം വയസ്സുള്ള ആൺകുട്ടികൾ ഗ്യാങ് റേപ്പ് ചെയ്തു, കൂട്ടബലാത്സംഗം ചെയ്തത് 10ഉം 13ഉം 14ഉം വയസ്സുള്ള ആൺകുട്ടികൾ, 6 വയസ്സുള്ള ഈ പെൺകുട്ടി. ഈ കുട്ടി ചോര ഒലിച്ച് വീട്ടിലേക്ക് എത്തി. അമ്മയോട് പറഞ്ഞു, ഞാൻ വരുന്ന വഴിയിൽ വീണുപോയി അമ്മ എന്ന്. അധികം സമയം പക്ഷെ അവൾക്കത് മറച്ചു വയ്ക്കാൻ പറ്റിയില്ല. കാരണം ഇരുന്ന സ്ഥലത്തുനിന്ന് എണീക്കാനോ കിടന്ന സ്ഥലത്തുനിന്ന് എണീക്കാനോ വയ്യാതെയായി ആ കുട്ടിക്ക്. നടക്കുമ്പോൾ ചോര നിർത്താതെ ബ്ലീഡ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴാണ് ആ കുട്ടി ആ സത്യം ആ അമ്മയോട് പറഞ്ഞത്. ഇവരെന്നെ ഇങ്ങനെ ചെയ്തു അമ്മേ, എന്നെ മോശമായിട്ട് എന്തൊക്കെയോ അവർ ചെയ്തു. എന്നെ ഭക്ഷണം തന്ന് വിളിച്ചു, എന്നെ കെട്ടിയിട്ടു, ആ ഏട്ടന്മാരെന്നെ ഇങ്ങനെ ചെയ്തു. ആ അമ്മ കുറച്ച് ദിവസം അത് മറച്ചു വയ്ക്കാൻ ശ്രമിച്ചു. അതിനുശേഷം താങ്ങാനാവാതെ പോലീസിൽ പരാതിപ്പെട്ടു. പരാതിപ്പെട്ട് കഴിഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ 14 വയസ്സുള്ള കുട്ടിയും അവരുടെ മാതാപിതാക്കളും അവിടെ നിന്ന് കാണാണ്ടായി. അവർ മിസ്സിംഗ് ആണ്. 10ഉം 13ഉം വയസ്സുള്ള കുട്ടികളെ അവിടെ ഫേസ് ചെയ്തിട്ടുണ്ട് ഇവർ. 14 വയസ്സായ കുട്ടി ചെയ്ത തെറ്റിനെ എതിർക്കുക എന്നുള്ളത് മാത്രമല്ല, അവനെ ശിക്ഷിക്കുക എന്നുള്ളത് മാത്രമല്ല, അവരുടെ പേരൻസ് ചൂസ് ചെയ്തത് അവനെ സംരക്ഷിക്കാനും അവൻ ചെയ്ത കാര്യത്തിന് ശരിയെന്ന് സ്ഥാപിക്കാനും അവിടെ നിന്ന് മാറാനുമാണ്. എവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ സമൂഹം, നമ്മൾ കുട്ടികളാണ് ഇവർ. അഡൾട്ട്സ് അല്ലെങ്കിൽ മുതിർന്നവർ എന്നുള്ള ഏജിലേക്ക് എത്താത്ത ചെറിയ കുട്ടികൾ. ഇവർക്ക് ഒരു മാക്സിമം ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ അവർ ജുവനൈൽ ലോസിനനുസരിച്ച് മാത്രമേ ഇവർ ശിക്ഷിക്കപ്പെടുകയുള്ളൂ. 2013 പോഷ് ലോസ് വന്നപ്പോൾ അത് നിർഭയ കേസിന് ശേഷമായിരുന്നു വന്നത്. നമ്മൾക്കെല്ലാം അറിയാം എന്താണ് ആ പെൺകുട്ടിക്ക് അന്നത്തെ ദിവസം രാത്രി സംഭവിച്ചതെന്ന്. അതിൽ ഒരു ആളെ മാത്രം കോടതി ജുവനൈൽ ലോസ് പ്രകാരം ശിക്ഷിച്ചു. കാരണം അയാൾക്ക് 18 വയസ്സ് തികയാൻ കുറച്ച് മാസങ്ങൾ കൂടെ ബാക്കിയുണ്ടായിരുന്നു. ആ പയ്യനായിരുന്നു ആ കുട്ടിയെ ഏറ്റവും അധികം ഉപദ്രവിച്ചിരുന്നത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കേരളത്തിലൊരു സംഭവം കേട്ടു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ കൂടെ പഠിക്കുന്ന പല കുട്ടികൾ ചേർന്ന് കൊല ചെയ്തു. ആ കൊല ചെയ്ത മക്കൾ 10ാം ക്ലാസ് പരീക്ഷ വരെ എഴുതി ഇപ്പോൾ മാന്യന്മാരായിട്ട് ജീവിക്കുന്നുണ്ടാവും. ജുവനൈൽ ജസ്റ്റിസ് പ്രകാരം അവർക്ക് എന്ത് ശിക്ഷ കിട്ടി എന്നുള്ളത് വ്യക്തമല്ല. പക്ഷേ നമ്മുടെ മക്കൾ ഈ ഒരു അവസ്ഥയിൽ എത്തുന്നുണ്ടെങ്കിൽ
ആൺകുട്ടിക്കും പെൺകുട്ടിക്കും സേഫായിട്ട് ഈ ലോകത്തിൽ ജീവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, പല പെൺകുട്ടികളും ആൺകുട്ടികളും അതിന് കാരണമാവുന്നുണ്ടെങ്കിൽ, അതിലെത്ര വലിയ പങ്ക് നമ്മൾ പേരൻസിന്, മാതാപിതാക്കൾക്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒരു പെൺകുട്ടിയെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വളർത്തുന്ന അതേ ജാഗ്രതയോടുകൂടി തന്നെ, അല്ലെങ്കിൽ അതിലും ഒരു പടി കൂടുതലാണ് നമ്മൾ ആൺകുട്ടികളെ ശ്രദ്ധിച്ച് വളർത്തേണ്ടത്. ഒരു പെണ്ണെന്താണെന്നും അതിന് സ്വന്തമായിട്ടൊരു പെങ്ങൾ വേണമെന്നില്ല. സ്വന്തം അമ്മ, ഈ അമ്മയുടെ ശരീരത്തിലില്ലാത്തതൊന്നും വേറൊരു പെൺകുട്ടിയുടെ ശരീരത്തിലില്ല. നിനക്കൊരു പ്രത്യേക പ്രായമാവുമ്പോൾ പലവരോടും ആകർഷണം തോന്നാൻ, അട്രാക്ഷൻ തോന്നുന്നത് വളരെ സാധാരണമാണ്. ആ ആകർഷണം ഒരു പരിധിയിലപ്പുറം തോന്നിയാൽ നീ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിൻ്റെ അമ്മയുടെ ശരീരത്തിലില്ലാത്തതൊന്നും ആ പെൺകുട്ടിയുടെ ശരീരത്തിലില്ല. ആ പെൺകുട്ടിയുടെ ശരീരം അത് അവരുടെ ശരീരമാണ്. നമ്മൾക്ക് ഒരാളെയും അവരുടെ സമ്മതമില്ലാതെ സ്പർശിക്കാനോ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാനോ ഉള്ള അവകാശമില്ല. ഇതൊരു പെൺകുട്ടിയോടും പറഞ്ഞു കൊടുക്കണം. ഒരാളെ ബോഡി ഷെയിം ചെയ്യാനോ, ഒരു ആൺകുട്ടി വിഷമിച്ച് എന്തെങ്കിലും ഒരു കാര്യത്തിൽ വിഷമിച്ച് നമ്മുടെ ഒരു കൂട്ടുകാരൻ നമ്മുടെ അടുത്ത് നിന്ന് കരയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ബാക്കിയുള്ള അവരുടെ പ്രായത്തിലുള്ള കുട്ടികളെ പോലെയുള്ള ചീത്ത വാക്കുകളോ ഇന്നത്തെ പ്രചരിച്ച് വരുന്ന കാര്യങ്ങളോ അറിയില്ലെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കണം, ഒരു പ്രശ്നവുമില്ല, നീ നല്ല കുട്ടിയായിട്ട് തന്നെയാണ് വളരുന്നത്. ഈ കൂട്ടുകെട്ടുകൾ നിനക്ക് ഗുണം ചെയ്യാത്തതാണ്. നിനക്കല്ല പ്രശ്നം, അവർക്കാണ് പ്രശ്നം. ഓരോ പെൺകുട്ടിയെയും ഓരോ ആൺകുട്ടിയെയും വളർത്തേണ്ടത് അവർക്ക് ധൈര്യമുള്ളവരായിട്ടാണ്. ഈ ഒരു സംഭവത്തിൽ ആ ചെറിയ 6 വയസ്സായ മോള് എന്ത് തെറ്റ് ചെയ്തു? അവളുടെ ഏട്ടൻ മരിച്ചുപോയി. ഏട്ടൻ്റെ കൂട്ടുകാർ അവൾക്ക് ഏട്ടന്മാരെ പോലെയായിരുന്നു. ആ കുട്ടി അനുഭവിക്കുന്ന ഒരു വേദന, കുട്ടിയുടെ അമ്മ അനുഭവിക്കുന്ന വേദന, നമ്മൾ ആരെ വിശ്വസിക്കും? നമ്മുടെ കുട്ടികളെ നമ്മൾക്ക് എവിടെയും പറഞ്ഞു വിടാതെ വീട്ടിൽ ഒളിപ്പിച്ച് വെക്കാൻ പറ്റുമോ? നമ്മൾ മുതിർന്നവർക്ക് പുറത്തിറങ്ങാതെ വീട്ടിൽ ഒളിച്ചിരിക്കാൻ പറ്റുമോ? സമൂഹം മോശമാണെങ്കിൽ, സമൂഹം നമ്മളെ കാണുന്ന രീതി മോശമാണെങ്കിൽ അതിൽ നിന്ന് ഒളിച്ചോടുകയാണോ നമ്മൾ വേണ്ടത്? നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ മക്കളെ നമ്മൾ എങ്ങനെ ശ്രദ്ധിക്കണം, എങ്ങനെ വളർത്തണം? അവരെന്ത് കാണുന്നു, അവരെന്ത് കേൾക്കുന്നു, അവരെന്ത് വായിക്കുന്നു, അവരുടെ കൂട്ടുകാരാരാണ്, അവരോട് കൂടുതൽ നേരം സംസാരിക്കുന്നതും സമയം ചെലവാക്കുന്നതും ആരാണ്? നമ്മുടെ രാജ്യത്ത് ലോസ് വളരെ വളരെ വീക്കാണ് ഈ കാര്യത്തിൽ, നിയമങ്ങൾ. ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങൾ കുട്ടികൾക്ക് ഇൻ്റർനെറ്റും സോഷ്യൽ മീഡിയയും ബാൻ ചെയ്തു. അവർക്ക് ബാൻഡാണ്. UAE പോലുള്ള രാജ്യങ്ങളിൽ പോൺ സൈറ്റ്സും VPNും ബാൻഡാണ്. അവർ നിയന്ത്രിക്കുന്നു കുട്ടികൾ എന്ത് കാണണം, എന്ത് കാണരുതെന്ന്. നമ്മുടെ നാട്ടിൽ 5 വയസ്സുള്ള കുട്ടിക്ക് പോലും യൂട്യൂബ് ചാനലുള്ള ഒരു കാലമാണ്. നമ്മൾ സേഫായിരിക്കാൻ, നമ്മുടെ മക്കൾ സേഫായിരിക്കാൻ, നമ്മുടെ മക്കൾ കാരണം ബാക്കിയുള്ളവർ സേഫായിരിക്കാൻ, അത് ആണാവട്ടെ പെണ്ണാവട്ടെ, ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, ഇന്ന് 10 വയസ്സായൊരു കുട്ടി 6 വയസ്സായൊരു കുട്ടിയെ റേപ്പ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യ എത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ ജുവനൈൽ ലോസ് മാറേണ്ട സമയമായിരിക്കുന്നു. അവർ കാണുന്ന കണ്ടൻറ്റ്, അഡൾട്ട്സ് കാണുന്ന, മുതിർന്നവർ കാണുന്ന കണ്ടൻറ്റ് ആണെങ്കിൽ, അവർ കഴിക്കുന്ന ഭക്ഷണം മുതിർന്നവർ കഴിക്കുന്ന ഭക്ഷണമാണെങ്കിൽ, അവരുടെ ചെറിയ വായിൽ വരുന്ന വലിയ വർത്തമാനങ്ങൾ മുതിർന്നവരെ പോലെയാണെങ്കിൽ, അവർ ഇടപഴകുന്നത് കൂടുതലും മുതിർന്നവരുടെ കൂടെയാണെങ്കിൽ, അവരെടുക്കുന്നത് ഡ്രഗ്സും ലഹരി പദാർത്ഥങ്ങളും ആണെങ്കിൽ
അവരെ സംരക്ഷിക്കാനുള്ള നിയമങ്ങളും എന്തിനാണ് ജുവനൈൽ ലോസായിട്ട് നിൽക്കുന്നത്? അവർ ചെയ്യുന്ന കുറ്റകൃത്യം അത്രയ്ക്കും ഹീനമാണെങ്കിൽ അവരെ അതിനനുസരിച്ച് തന്നെ ശിക്ഷിക്കണം. നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ ഒരുപാട് മാറണം. എന്നാലേ നമുക്ക് ഇനിയും സേഫായിട്ട് ഈ രാജ്യത്ത് ജീവിക്കാൻ സാധിക്കുള്ളൂ. അതിൻ്റെ ഒപ്പം രാജ്യത്തിൻ്റെ നിയമങ്ങളെയും പഴിക്കുകയല്ല, പക്ഷേ നമ്മൾ ഓരോരുത്തരുടെയും കടമ നമ്മൾ നിറവേറ്റുന്നത് പോലെ തന്നെ രാജ്യവും അതിൻ്റെ സിസ്റ്റംസും ഒരുമിച്ച് തന്നെ നിറവേറ്റേണ്ട ഒരു സമയമുണ്ട്. നമ്മുടെ കുട്ടികൾ സേഫായിട്ടിരിക്കട്ടെ, നമ്മൾ സേഫായിട്ടിരിക്കട്ടെ. ഒരുപാട് വിഷമം തോന്നിയൊരു സംഭവമാണ് ഈ വിഷയം. ഒരു വീഡിയോ എടുക്കാൻ പോലും എനിക്ക് സാധിച്ചില്ല. എനിക്ക് ആ കുട്ടിയുടെ വേദന എനിക്ക് ഇമാജിൻ ചെയ്യാവുന്നതിലപ്പുറമാണ്. കാരണം ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു മാസത്തിൽ ഒരു പീരിയഡ്സ് വരുമ്പോൾ അതിൻ്റെ വേദന പോലും സഹിക്കാൻ പറ്റാതെ, പ്രായം കൂടുന്തോറും അതിൻ്റെതായ പല ഹോർമോണൽ പ്രശ്നങ്ങളും ഫൈബ്രോയിഡ് പോലുള്ള പ്രശ്നങ്ങളും കൊണ്ടുള്ള വേദനകൾ സഹിക്കാൻ വയ്യാതെ നമ്മൾ അനുഭവിക്കുമ്പോൾ, ഒരു ചെറിയ തലവേദന വന്നാൽ പോലും അനുഭവിക്കാൻ പറ്റാത്ത കുട്ടികൾ ഉള്ള ഇന്നത്തെ കാലത്ത്, ഒന്ന് വെയിൽ കൊണ്ട വാടുന്ന കുട്ടികളെ വാർത്തെടുക്കുന്ന ഈ കാലത്ത് ഈ വാർത്ത വളരെയധികം വിഷമമുണ്ടാക്കി. അത് വായിച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ഇരുന്നു പോയി കുറേ നേരം. നമുക്ക് ശക്തമായ നിയമങ്ങൾ വരട്ടെ. നമുക്ക് പോഷ് ലോസ് ഉണ്ട്, കുട്ടികൾക്ക് വേണ്ടി പോക്സോ ലോസ് ഉണ്ട്. പക്ഷെ ഇതൊന്നും പോരാ. ഒരാൾ ചെയ്യുന്ന കുറ്റകൃത്യത്തിനനുസരിച്ചുള്ള ശിക്ഷയാവണം അവർക്ക് കിട്ടുന്നത്. അത് കുട്ടിയെന്നോ മുതിർന്നവരോ എന്നോ എന്നുള്ള വ്യത്യാസമില്ലാതെ ചെറിയ കുട്ടികൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കൾക്കും കൂടി എന്തെങ്കിലും ഒരു ശിക്ഷ നമ്മുടെ നിയമം വിധിക്കട്ടെ.